ഇങ്ങനെ ഒരു സമ്പ്രദായം ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് KM മൗലവി തന്നെ ഇത് സംബന്ധമായി പറഞ്ഞത് കാണാം. വലാകിൻ ഹൗനാ ശൈഉൻ ആഖർ യംബഗി ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വതാബിഈന വതാബിഈഹിം. KM മൗലവി പറയുകയാണ്, എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, പൂർവീകർ അവരാരും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച ഒരു ചരിത്രം ഇല്ലേ ഇല്ല. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ്. അത് നമുക്ക് തിരിഞ്ഞോ തിരിഞ്ഞില്ലേ എന്ന് നോക്കേണ്ടതില്ല. നിസ്കാരവും നമ്മൾ അറബിയിൽ തന്നെയാണല്ലോ നിർവഹിക്കുന്നത്. ആ നിസ്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് തിരിയുന്നുണ്ടോ? എന്നാൽ പിന്നെ നിസ്കാരവും ഇനി മുതൽ മലയാളത്തിൽ വേണമെന്ന് ഇത്തരക്കാർ പറയേണ്ടി വരില്ലേ? അപ്പം തിരിയലും തിരിയാതിരിക്കലും അല്ല മാനദണ്ഡം. മറിച്ച് ഇസ്ലാമിൽ ഒരു ഇബാദത്ത് നിർദ്ദേശിക്കപ്പെട്ടാൽ അത് അപ്രകാരം നിർവഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോഴേ അത് സ്വഹീയാവുകയുള്ളൂ, അപ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ. തിരിയുക എന്ന ഒരു വിഷയം മാത്രം വെച്ചു നോക്കിയാൽ നിസ്കാരം തിരിയേണ്ടത് വരും. അതുപോലെ മലയാളം ഖുതുബ മാത്രമല്ല മലയാളത്തിൽ നിർവഹിക്കേണ്ടി വരിക, ബാങ്ക് മലയാളത്തിലാക്കേണ്ടി വരും, നിസ്കാരം മലയാളത്തിലാക്കേണ്ടി വരും, ദിക്റുകൾ പലതും മലയാളത്തിലാക്കേണ്ടി വരും. മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ മാതൃഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത് എന്ന. നമുക്ക് പറയാനുള്ളത് ഖുതുബ മാത്രമല്ല, നബി തങ്ങൾ നിസ്കാരം നിർവഹിച്ചതും നബിയുടെ മാതൃഭാഷയിലാണ്. അപ്പം നമ്മൾ നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ നിസ്കാരം നിർവഹിക്കണം. നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ അത് നമ്മൾ ബാങ്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ സലാം പറയേണ്ടി വരും. നമ്മുടെ മാതൃഭാഷ മലയാളത്തിൽ ബിസ്മി ചൊല്ലേണ്ടി വരും. പലതും നമ്മുടെ മാതൃഭാഷയിലേക്ക് ആക്കേണ്ടി വരും. ഇത് ശരിയല്ല. ഇസ്ലാമിൽ ഒരു ഇബാദത്താണ്. അതിന് ശരീഅത്ത് പറയുന്ന അതേ നിബന്ധനകൾ മേളിച്ചിരിക്കൽ ഷർത്താണ്, നിബന്ധനയാണ്. അതുകൊണ്ട് മലയാളം ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ പോയാൽ ജുമാ സഹിയാവുകയില്ല. അവർ അത്തരക്കാർ ളുഹുർ നിസ്കരിച്ചിരിക്കണം. ഇതുവരെ നിർവഹിച്ചതിന് ളുഹുർ മടക്കി നിസ്കരിക്കണം. ഇനി അത്തരം പള്ളിയിൽ പോയി നിസ്കരിക്കാനും പാടില്ല. ജുമാ ബാത്തിലാക്കലാണ്, അത് ഫാസിദാക്കലാണ്, അത് തെറ്റാണ്, കുറ്റമാണ്. നിസ്കരിക്കാത്ത ജുമാ നിസ്കരിക്കാത്ത തെറ്റായിരിക്കും അതിനുണ്ടായിരിക്കുക എന്നുകൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് നബിദിനത്തെ കുറിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. നബിദിനത്തിനെ സംബന്ധിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. പിന്നെ എന്തെന്നാല് തഴവ ഉസ്താദിന്റെ ബൈത്തിനകത്ത് പറയുന്നുണ്ട് ഹിജറ 300 ശേഷം വന്നിട്ടുള്ളതാണെന്ന് പരാമർശിക്കുന്ന ബൈത്തുണ്ട്. ഉസ്താദിന്റെ മറുപടി പ്രസംഗം ഞാൻ അതിനകത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള സ്വഹാബത്ത് പിന്നെ ആ കാലഘട്ടത്തിലൊന്നും ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിൽ, അതായത് ഈ റാലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആചാര രീതി അന്ന് ഉണ്ടായിരുന്നോ? മാത്രമല്ല സഹാബത്ത് അങ്ങനെ ഒരു രീതി കാണിച്ചാൽ തീർച്ചയായിട്ടും ഹദീസുകൾ വരേണ്ടുന്നതല്ലേ? ഈ 300 ശേഷം വന്നാണെന്നും ആ രാജാവ് അന്ന് കുറെ ആഹാരങ്ങൾ വെച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. സുൽത്താന്റെ വേറൊരു ഹദീസും ഉണ്ട്, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് പിന്നെ തിങ്കളാഴ്ച ദിവസം സംബന്ധിച്ച് പറയുന്നുണ്ട്, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ അന്നത്തെ ദിവസം നോമ്പെടുക്കില്ല. ഇതിനോട് മറ്റു പരിപാടികളാണ് കൂടുതൽ ആസൂത്രണം ചെയ്ത് കണ്ടപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. ചോദ്യങ്ങൾ ഇത്ര കൂടുതലുണ്ടാവുമെന്ന് ഞാൻ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പ്രസംഗം തന്നെ ഞാൻ നിർത്തുമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചോദ്യത്തിന് മറുപടി പറയാന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അല്പസമയം കൂടി എല്ലാവരും ക്ഷമിക്കണം. ഒന്നാമത്തെ ചോദ്യം തഴവയുടെ വരികളിലുള്ളതാണ്. എന്താ തഴവയുടെ വരികളിൽ മൗലിദ് കഴിക്കൽ സാധാരണ മുജാഹിദുകൾ പറയാറുള്ളൊരു വരിയാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ അത് ഹിജറ 3 നൂറ്റാണ്ടിന് ശേഷം വന്ന പരിപാടിയാണ്, അതുകൊണ്ട് അതിന് പാരമ്പര്യമില്ല, തെളിവില്ല എന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ ആകത്തുകയായി ഉന്നയിക്കാറുള്ളത്. സത്യത്തിൽ അത് തഴവയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പാടില്ലാത്തതാണ്, തെറ്റാണ് എന്നല്ല. തഴവ തന്നെ പറയുന്നത് ആ വരിയിൽ തന്നെ പറയുന്നത് കാണാൻ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീക്കുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അത് നമ്മുടെ ഒക്കെ വീടുകളിൽ ഓതണം എന്നാണ്. അതുകൊണ്ട് മുസീബത്ത് നീങ്ങി കിട്ടും എന്നാ താഴ്വ പറയുന്നത്. ഇത് ഓതണ്ട, തെറ്റാണ്, കുറ്റമാണ് എന്നല്ല. താഴ്വ തന്നെ പറയുന്നത് കാണാം. അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അമലുൽ മൗലിദ് പറഞ്ഞാൽ മൗലിദ് കഴിക്കുക. മൗലിദ് കഴിക്കലും
അതിനാള് കൂടലും ഒക്കെ സുന്നത്താകുന്നു എന്നാണ് തഴവ പറയുന്നത്. പാടില്ല എന്നല്ല, എല്ലാ വീടുകളിലും മൗലിദ് ഓതണം എന്നാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. എന്തൊക്കെ മുസീബത്ത്? തഴവ തന്നെ പറയുന്നത് കാണാം. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിവയൊക്കെയും നീ കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. കള്ളന്മാരുടെ ശല്യമില്ലാതെയാവാൻ, ദാരിദ്ര്യം ഇല്ലാതെയാവാൻ, തീപിടുത്തവും അതുപോലെ തന്നെ വലിയ മാരകമായ രോഗങ്ങൾ അതൊക്കെ ഇല്ലാതെയാവാനുള്ള ഒരാത്മീയ ചികിത്സയാണ് മന്ത്രം എന്ന. ഇത് തഴവ സ്വന്തം പറഞ്ഞതല്ല, തഴവ തന്നെ പറയുന്നത് കാണാം. ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശർഹു ശമായിലിൽ. ഇമാം ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല അൽ വസായിൽ ഫി ശർഹി ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മൗലിദ് ഓതണ്ടെന്നല്ല തഴവ പറയുന്നത്, ഓതണം തന്നെയാണ്. പിന്നെ അത് 300-ന് ശേഷം വന്നതാണ് എന്ന് പറയുന്നത് ഏതാ? അതൊരു രാജകീയ പ്രൗഢിയോടെ മുളഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, അദ്ദേഹം നടത്തിയിരുന്ന ഒരു പരിപാടിയുണ്ട്. അത് വമ്പിച്ച മൗലിദായിരുന്നു. അതാണ് തഴവ തന്നെ പറയുന്നത് കാണാം. എന്ത്? ഇയാൾ ഈ മുളഫർ രാജാവിനെ കുറിച്ച് പറയുന്നു. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇറുബൽ ഭരിച്ചവരാണ് വന്തറുമിഷ്ടന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. മുളഫർ രാജാവ് എന്ന് പറയുന്ന രാജാവിന് മൗലിദ് ആഘോഷം വന്ന, റബീഉൽ അവ്വൽ മാസം വന്ന ഭയങ്കര ആവേശമാണ്. മൗലിദ് കഴിക്കാൻ അയാൾക്ക് ഭയങ്കര താല്പര്യമാണ്. എങ്ങനെയൊക്കെയാണ് അയാളെ മൗലിദ് ആഘോഷം? അത് താഴെ തന്നെ പറയുന്നുണ്ട്. ശൈഖ് ബിനു ദിഹിയ മൗലിദൊന്ന് രചിക്കലായി, രാജാവിനതു കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതാ. മൗലിദ് ആഘോഷം നടത്താനുള്ള, മൗലിദ് ഓതാനുള്ള മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തു അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഹാഫിദ് ശൈഖ് ഇബ്നു ദിഹിയ. അദ്ദേഹം ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോ തഴവ പറയാ, അന്നത്തെ രാജാവ് അതിന് സമ്മാനം കൊടുത്തത് 1000 സ്വർണ്ണ നാണയാണ്. മൗലിദ് കഴിക്കുമ്പോഴുള്ള ഈ കൈമടക്കിന്റെ സംഖ്യ ചില്ലറൊന്നും പോരാന്നുള്ളതിലേക്ക് കൂടി സൂചന ഇതിലുണ്ടോന്ന് നമ്മൾ ചിന്തിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 1000 സ്വർണ്ണ നാണയം കൊടുത്തു. കഴിഞ്ഞില്ല. അവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെ? സുബ്ഹാനല്ലാ, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. മുളഫർ രാജാവ് മൗലിദ് ആഘോഷം നടത്തുന്ന അന്നത്തെ പരിപാടിയാ. ആട് അറുക്കുന്നത് 5000 ആടാ. ഏത്? 5000 ആടിനെ അറുത്തുകൊണ്ടുള്ള പരിപാടി. പൊരിക്കുന്നതാണ് കോഴിയും 10,000. 5000 ആടും 10,000 കോഴിയൊക്കെ അറുത്തിട്ടുള്ള ഒരു ചെറിയ ഒരു പരിപാടിയായിരുന്നു മുളഫർ രാജാവിന്റെ. എന്നിട്ടോ കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. 1,30,000 പാത്രങ്ങളിൽ ഫ്രൂട്ട്സുകൾ, മധുര പലഹാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും ആ പരിപാടി? 5000 ആട്, 10,000 കോഴി, ഇതൊക്കെ ഇങ്ങനെ പൊരിച്ചറുത്ത് ഇതിങ്ങനെ കേൾക്കുമ്പോണ്ടാവും വഹാബികളെ തൊള്ളയിൽ ഇങ്ങനെ വള്ള ഊർന്നുണ്ടാവും. പാത്തും പതുങ്ങി കൊണ്ടതാ വഹാബികൾ, എത്തുന്നതാണ് തിന്നുവാനാ കോഴികൾ, ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ എന്നൊരു കവി പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. അതായത്
ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. മുജാഹിദ് മൗലവിയോട്, ഉമർ മൗലവിയോട് ഒരു ചോദ്യം. എന്താ, അല്ല ഈ മൗലിദാഘോഷത്തിന്റെ ചീരണി ചോറ് അത് നമുക്ക് തിന്നാൻ പറ്റുമോ? ഈ പോത്തിറച്ചും കോഴിയിറച്ചൊക്കെ തിന്ന അടുത്ത്. അപ്പൊ മൂപ്പര് പറഞ്ഞു അത് ഈ ഭക്ഷണം 2 സൈസ് ഉണ്ട് എന്നാ പറഞ്ഞത്. അത് 2 സംഗതി ഉണ്ട്. അത് എന്ത് ചോദിച്ചു? ഒന്ന് വയറ് നിറക്കുക എന്ന രൂപത്തിൽ നമ്മൾ കഴിക്കുക, അതിന് കുഴപ്പമില്ല. പിന്നെ നമ്മളൊക്കെ തിന്നതിന് മറ്റെന്ത് നിറക്കുക എന്നുള്ള നിലക്ക. അതാ ഇയാളെ ഫത്വ. ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. അത് വയറ് നിറക്കാൻ പറ്റിയതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മുജാഹിദുകളും തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് എന്താ, മുസഫർ രാജാവിന്റെ മൗലിദാഘോഷ പരിപാടിയാണ്. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ. ഓരോ വർഷവും 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ചെലവഴിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷ പരിപാടിയാണ് മുസഫർ രാജാവ് നടത്തുന്നത്. അത് നടത്തിയതെന്നാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ദീന് പഠിച്ചവരാ 400 സഹാബി. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ, ലൗ കാന ലി മിസ്ലു ജബലി ഉഹദിൻ ദഹബ ഫഅൻഫഖ്തുഹു ഫീ മൗലിദിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് പർവ്വതം സമാനമായി എനിക്ക് സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷത്തിന് ഞാൻ ചെലവഴിക്കും എന്നാ പറഞ്ഞത്. നോക്കുങ്ങൾ. അപ്പൊ ഈ പൂർവികരൊക്കെ കാണിച്ചു തന്നെ തന്നെയാണ്, അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദ്യം എന്താ, നമ്മൾ ഇന്ന് നടത്തണമായിട്ടുള്ള ഈ റാലി, ഈ പരിപാടി ഇങ്ങനെ റസൂല് ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യം തന്നെ അപ്രസക്ത. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ലല്ലോ, ആകെ പിടുത്തം വിടും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിൽ ഇന്ന് കാണുന്ന പള്ളി ഉണ്ടല്ലോ, നമ്മളൊക്കെ നാട്ടിൽ 2 നില പള്ളി, 3 നില പള്ളി, 4 നില പള്ളി പുണ്യം ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാ. റസൂലിന്റെ കാലത്ത് ഇങ്ങനെ 2 നിലയിൽ പള്ളി ഉണ്ടോ? സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ? നിങ്ങൾ പറയും. ഇങ്ങനെ ഈ തട്ടുള്ള പള്ളി ഉണ്ടോ? സ്വർഗത്തേക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അതില്ല, റസൂലിന്റെ കാലത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് ബിദ്അത്താന്ന നരകത്തേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെയല്ലല്ലോ. ഇനി നിങ്ങൾ നോക്ക്, റസൂലിന്റെ കാലത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ചോദ്യോത്തര പരിപാടി ഉണ്ടോ? മുഖാമുഖം എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആദ്യം നോട്ടീസ് അടിച്ചിറക്കുക, പിന്നെ ഒരു ദിവസം സമയം നിശ്ചയിക്കുക, പിന്നെ മൈക്ക വെക്കുക, ഒരാൾ മൈക്കിൽ ചോദിക്കുക, മറ്റേ ആൾക്കാർ മറുപടി പറയാം. ഇത് റസൂലിന്റെ കാലത്തുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് അത് നരകത്തേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? എന്നാ നമ്മളല്ലല്ലോ, നമ്മളെ മുമ്പ് മുജാഹിദ് നരകത്ത് പോകേണ്ടി വരൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹീഹുൽ ബുഖാരി ഉണ്ടോ? ഇല്ലല്ലോ. അത് പിന്നീട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ നരകത്ത് പോവോ? റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഖുർആൻ 2 ചട്ടന്റെ ഉള്ളിൽ ക്രോഡീകൃതമായിട്ടുണ്ടോ? അതില്ലല്ലോ. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ഉണ്ടായതല്ലേ. ചോദ്യങ്ങളാണ് വിട്ടാൽ പിന്നെ പിടുത്തം കിട്ടൂല. അത് നിൽക്കട്ടെ, മുജാഹിദ് പറഞ്ഞത് അൽമനാർ റസൂലിന്റെ കാലത്തുണ്ട്. നമ്മളത് റസൂൽ എത്ര അൽമനാർ ഇറക്കിയിട്ടുണ്ട്? ഷബാബ് റസൂലിന്റെ കാലത്ത് എത്ര ലക്കം പുറത്തിറക്കിയിട്ടുണ്ട്? സാൽവേഷൻ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? ഒന്നുമില്ല. നമ്മൾ നബിദിനം വന്നാൽ മുജാഹിദിന് 1000 നാക്കാം. ഇതോട് ചോദിച്ചാൽ പിന്നെ ആകെ മുണ്ടാപൂച്ച, ഒട്ടകപക്ഷി നയാ പിന്നെ എല്ലാവർക്കും മുണ്ടാപൂച്ചയാണ്. അപ്പൊ അതൊരു അപ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഈ കാണുന്ന കോലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ കളറുള്ള ഈ കൊടി പിടിച്ചുകൊണ്ടുള്ള ജാഥ, അങ്ങനെയൊക്കെ ചിലവരെ ചോദ്യം. നിങ്ങൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ പരിപാടി ആ ഉള്ളതായിട്ടുള്ള ഇല്ല, അത് ഉണ്ടായിട്ടില്ല എന്നത് കൊണ്ട് എന്തില്ല, തെറ്റാണെന്ന് വരൂല. ഇസ്ലാമിൽ ഒരു കാര്യം പുണ്യമാകുന്നത് എങ്ങനെയാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വ്യക്തമായി വിശദീകരിച്ചു. ഇമാം ബൈഹഖിയുടെ മനാഖിബു ഷാഫിഈയുടെ 1-ാമത്തെ വാല്യത്തിൽ ഇത് വിശദീകരിച്ചത് കാണാം. ഇമാം ഷാഫി പറഞ്ഞാൽ മുഹ്ദസാത്തു ഫിദ്ദീനി ളുർബാനി, ദീനിൽ പുതിയതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന്, പുതിയ കാര്യമാണ്, റസൂൽ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈ ചെയ്തിട്ടില്ല. പിന്നെ അത് പുതിയ കാര്യമാണ്, പക്ഷെ ആ ചെയ്ത കാര്യം അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, സ്വഹാബത്തിന്റെ ആസാറ് പോലത്തെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണോ? എന്നാൽ അത് പുണ്യമാണ്. അത് റസൂൽ ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. അതേ രൂപത്തിൽ റസൂൽ ചെയ്തു കൊള്ളണമെന്നില്ല. ഇസ്ലാമിൽ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതാണോ? എന്നാ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പള്ളി ഉണ്ടാക്കുക, 2 നില പള്ളി റസൂലിന്റെ കാലത്തില്ല, ശരിയാണ്. പക്ഷെ അത് നമുക്കുണ്ടാക്കിയ ഖൈറാണ്, അതിലാർക്കും എതിർപ്പില്ല, പ്രമാണങ്ങൾക്ക് പിൻബലമുള്ളതാണ്, അപ്പൊ അത് പുണ്യകർമ്മമാണ്. മദ്രസ ഉണ്ടാക്കുക, റസൂലിന്റെ കാലത്ത് ഇങ്ങനെ മദ്രസ ഉണ്ടോ? 7 മണി മുതൽ 9 മണി വരെ സിലബസ് വെച്ചുകൊണ്ട്, ബെല്ലടിച്ചുകൊണ്ട്, ഹാജർ പട്ടികയിൽ ഹാജർ വിളിച്ചുകൊണ്ട്, മദ്രസ അമലിയാത്ത്, ദീനിയാത്ത്, അഖീദ പോലത്തെ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട്, റസൂലിന്റെ കാലത്ത് അങ്ങനത്തെ ഒരു പാഠപുസ്തകം തന്നെ ഇല്ല. അപ്പൊ റസൂലിന്റെ കാലത്തില്ല, അതുകൊണ്ട് അത് ബിദ്അത്താണ്, അനാചാരാണ്. മൗലിദാഘോഷങ്ങളെ ഘോഷയാത്ര അനാചാരാണെന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കോളേജ്, മദ്രസ, പാഠപുസ്തകം, സിലബസ് ഇതൊക്കെ പാഠം നരകത്തേക്ക് ഒന്നാകെ ഓല് തെളിച്ചു കൊണ്ട് പോകേണ്ടി വരും. അപ്പൊ അതല്ല, പുതിയ കാര്യം ഉണ്ടാകുമ്പോൾ ആ പുതിയത് ദീനിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതാണോ,
അത് നിരക്കാത്തതാണോ? ഇതാണ് പ്രശ്നം. നിരക്കുന്നതാണെങ്കിൽ അത് പുണ്യകർമ്മമാണ്, തെറ്റല്ല. നിരക്കാത്തതാണോ അത് തെറ്റാ. ഏതുപോലെ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമായുടെ ഖുതുബ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മലയാളത്തിൽ നിർവഹിക്കുക. നമ്മൾ ഉദാഹരണം പറയാം, മലയാളത്തിൽ നിർവഹിക്കുക. ഇത് പുതിയൊരു ആചാര, സ്വഹാബത്ത് താബികളോ തബഴ് താബിയോ ആരും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പുതിയ ആചാരത്തെ നമ്മൾ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഖുർആനും പറയുന്നില്ല, ഹദീസ് പറയുന്നില്ല, സ്വഹാബത്ത് എവിടെയും ഒരു തെളിവുമില്ല. അപ്പോൾ അത് തെറ്റാണ്, അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധാണ്, പാടില്ലാത്തതാണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. അല്ലാഹുവിന്റെ റസൂലാകുന്ന റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതാ. ആ സന്തോഷ പ്രകടനം എങ്ങനെയൊക്കെ ആവാം, ഇസ്ലാം വിരോധിക്കാത്ത ഏത് രൂപത്തിലും ആവാം. അപ്പൊ നമ്മൾ അതിൽ ചിലപ്പോൾ ദഫ് മുട്ടും. റസൂലുള്ളാഹിന്റെ സഹാബത്ത് ദഫ് മുട്ടി റസൂലുള്ളാഹിനെ സ്വീകരിച്ചിട്ടുണ്ട്, തൊലഅൽ ബദ്റു ചൊല്ലി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടോ, നമ്മൾ ദഫ് മുട്ടുന്നു, മുദ്രാവാക്യം വിളക്കുന്നു, സ്വലാത്ത്, അങ്ങനെ വ്യത്യസ്ത ഇസ്ലാം വിലക്കാത്ത ഏത് രൂപത്തിലും ആവാം ആ സന്തോഷ പ്രകടനം. ഇപ്രകാരം റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ധരിച്ചതുള്ള തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ സംഭവം ഞാൻ പറയാം. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ പോയി. എങ്ങോട്ടാ പോയത്? ആമിറുൽ അൻസാരി എന്ന സ്വഹാബി, അൻസാരിക്കാരനായ ആമിർ എന്ന പേരുള്ള സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താ? തൻ്റെ കൂട്ടുകുടുംബാദികളെയും അയൽവാസികളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ സ്വഹാബി റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിൽ നടന്ന അത്ഭുതങ്ങൾ പറയാം. നമ്മളെ മൗലിദ് പറയുന്ന പരിപാടി അതാ. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഇങ്ങനെ അയവിറക്കി പറഞ്ഞു കൊടുക്കുകയാണ് ആളുകൾക്ക്. നമ്മളെ മൗലിദ് ആഘോഷം അതന്നെയാണല്ലോ, അല്ല മൗലിദ് പരിപാടി അതന്നെയാണ്, നമുക്കറിയില്ലേ. എന്താ? മൗലിദിലും അങ്ങനെ മങ്കൂസ് മൗലിദ് ഷറഫുൽ മൗലിദിലൊക്കെ പ്രധാനമായും റസൂലുള്ള ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങളാണ്. ഈ സ്വഹാബിയും അതങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഈ സ്വഹാബിയുടെ വീട്ടിലെത്തിയപ്പോ സ്വഹാബി ഇങ്ങനെ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ അൽ യൗം, ഹാദാ അൽ യൗം. സ്വഹാബികളെ, ആ സംഭവം ഉണ്ടായ ദിവസമാണ് ഇന്ന്, ഇന്നാണ് ആ ദിവസം ഇന്നാണ് എന്ന് പറഞ്ഞ് റസൂൽ ജനിച്ച ആ ദിവസത്തിൽ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിലെ ആ ജന്മദിന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ, മൗലിദുകൾ ഇങ്ങനെ ഓതി സന്തോഷം പ്രകടിപ്പിക്കുക. ഇത് കേട്ടപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? മിണ്ടിപ്പോകരുതേ, എൻ്റെ ജന്മദിനാണെന്ന്, ഇന്നെങ്ങാനും എൻ്റെ മൗലിദ് ഓതിയ ശിർക്കാണ്, കുഫറാണ്, നരകത്തേക്കാണ്, അബൂലഹബിനേക്കാളും വലിയ ആളാണ് എന്നല്ല റസൂൽ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇന്നല്ലാഹ ഖദ് ഫതഹ ലക അബ്വാബർ റഹ്മാ ഖാല റസൂലുള്ളാഹി. ഓ ആമിറേ, അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിനക്ക് വേണ്ടി മലർക്കെ തുറന്നിരിക്കുന്നു. വൽ മലായികത്തു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക്. മലക്കുകൾ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് നല്ല കാര്യമാണ്. ഫമൻ ഫഅല ഫഅലക നജാ നജാതക. നീ ചെയ്ത പ്രവൃത്തി ആര് ചെയ്തോ അവരൊക്കെയും രക്ഷപ്പെട്ടു. ഖാല റസൂലുള്ളാഹി. ഇത് റസൂലിനെ അന്ന് സപ്പോർട്ട് ചെയ്തതാ, സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് ചെയ്യുന്നത്. പൂർവികരൊക്കെ ഇത് ചെയ്യാനുള്ള കാരണം. ശൈലികളിൽ മാറ്റമുണ്ടാകും. എൻ്റെ കുട്ടിക്കാലത്തുള്ള രൂപത്തിലല്ല ഇപ്പൊ നടക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള രൂപഭാഗം മാറ്റം ഉണ്ടാവും. കൊടിയുടെ കളർ മാറും, വർണ്ണ കളർ മാറും, കോല് മാറും. നമ്മളെ റസൂലിന്റെ കാലത്ത് കല്യാണം നടന്നിരുന്നു, സുന്നത്താണ്. ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിൽ ഇന്ന് വെക്കുന്ന ബിരിയാണി പോലത്തെ ബിരിയാണി റസൂലിന്റെ കാലത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അത് വിദ്യാർത്ഥല്ലേ, അനാചാരല്ലേ, നരകത്തേക്ക് പോകില്ലേ? റസൂൽ ചെയ്യാത്ത ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. അത് പുണ്യകർമ്മമാണ്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അകത്താക്കലായതുകൊണ്ട് അത് വിദ്യാർത്ഥി അനാചാരമൊന്നും പറയുന്നില്ല. ഇതേ ന്യായം നമുക്ക് അവിടെയും പറഞ്ഞൂടെ? റസൂലിന്റെ കാലത്ത് കല്യാണം നടന്നിട്ടുണ്ട്, വിവാഹം നടന്നിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ റസൂൽ കൊടുത്ത ഭക്ഷണമല്ല ഇത്, ഇന്നത്തെ ഭക്ഷണം അതല്ല. അതുകൊണ്ട് റസൂൽ കൊടുത്ത ഭക്ഷണം തന്നെ കൊടുക്കാവൂ. അതല്ലാത്ത ശൈലി, ഇന്നത്തെ ഈ പ്രത്യേക രീതിയിലുള്ള ബിരിയാണി തിന്നൽ ഹറാമാണ്, അത് ശിർക്കാണ്, വിദ്യാർത്ഥാണ്, അനാചാരമാണ്, നരകത്തേക്ക് പോകുമെന്ന് പറയാൻ ഭക്ഷണം തിന്നൽ ഏതെങ്കിലും വഹാബി തയ്യാറാവൂല. അപ്പം എന്നാൽ അതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളൊക്കെ. അതൊക്കെ കാലികമായ പരിഷ്കരണം വരുന്നത് എങ്ങനെയാണ്? ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പിൻബലം നോക്കിയിട്ടാണ്. ഇസ്ലാമിക ശരീഅത്തിന് തെറ്റല്ലേ? ഓക്കെ. തെറ്റാണോ? പാടില്ല. ഇതാണ് അതിന്റെ സമീപനം. ഞാൻ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, മറന്നുപോയതായിരിക്കും. ഏത്?
ഒരു ചോദ്യം, അതായത് തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്ന് ഉള്ള ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ റബീഉൽ അവ്വൽ 12 എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ദിവസം, അപ്പോ അത് റസൂലുള്ളാഹി ജനിച്ച ദിവസമാണല്ലോ. പക്ഷെ ആ ദിവസം എന്തുകൊണ്ട് നോമ്പിന് പ്രാധാന്യം കൊടുക്കുന്നില്ല? പറഞ്ഞു കേട്ടിട്ടുമില്ല. അതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ. ആ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിങ്കളാഴ്ച നോമ്പിന്റെ പുണ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ദിവസം ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറയുകയുണ്ടായി. റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത് റസൂലുള്ളാഹി ജനിച്ച ദിവസമാണ്. എങ്കിൽ ആ ദിവസത്തിന് എന്തുകൊണ്ട് നോമ്പിന് ആരും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് നോമ്പ് എടുക്കുന്നില്ല? ചോദ്യം പ്രസക്താണ്. അത് എന്തുകൊണ്ട് അന്ന് പ്രാധാന്യം അന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് നോമ്പ് നോക്കുന്നില്ല എന്നാണ്, നോമ്പ് എടുക്കുന്നില്ല. കാരണം അന്ന് ആഘോഷമാണ്. ആഘോഷ ദിവസം എന്ന് പറഞ്ഞാൽ നോമ്പെടുത്തുകൊണ്ടല്ല ആഘോഷം. കഴിഞ്ഞ് പെരുന്നാൾ വരാൻ പോവുക നാളെ മറ്റന്നാ. അന്ന് നമ്മൾ ആഘോഷിക്കാൻ പട്ടിണി നടന്നിട്ടല്ല, നല്ലോണം വയറ് നിറച്ച് ഉണ്ടിട്ട അങ്ങനെ ആഘോഷിക്കുക. കുറവ് വരണ്ടാന്ന് കരുതിയിട്ട് അള്ളാഹു താല ഉലഹിയത്ത് നമുക്ക് ശരാക്കിയത്. ഇനി ഏതെങ്കിലും മാംസം കിട്ടാത്ത ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. കെട്ടക്കെട്ട അവനക്ക് ഉലഹിയത്ത് നന്നായി കഴിക്ക്, നല്ലോണം തിന്ന് ആഘോഷിക്കുക എന്നാണ് ആഘോഷങ്ങളുടെ പൊതു സ്വഭാവം. അതുകൊണ്ടാണ് അന്ന് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൻ്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നതിന് പകരം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം അതാണ്. അതേ അവസരത്തിൽ തിങ്കളാഴ്ചകളിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുമാണ്. അതെല്ലാവരും പറഞ്ഞിട്ടും ഉണ്ട്. അത് ഈ പറഞ്ഞതിന് എതിരല്ല. ജീവൻ ടി വിയിൽ എപ്പോഴും സംപ്രേഷണം ചെയ്യുന്നു ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ. അത് ആ ഗഫാർ മൗലവി അയാളുടെ പേര്, അയാൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇനിയും ബാക്കി ഞാൻ പറയാം. അതായത് സൗണ്ട് വഹിക്കണമെന്നാലും എനിക്ക് വിഷയം തിരിഞ്ഞു. അബ്ദുൽ ഗഫാർ മൗലവി എന്ന പേരിൽ ഒരാൾ നടത്തുന്ന ഒരു ജീവൻ ടി വിയിലൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്. മൻസിൽ മഫാസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ നടത്തുന്ന ചില പരിപാടികളുണ്ട്. അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ അല്ല, തെറ്റാണ്. തീർത്തും തെറ്റായ കുറേ ആശയങ്ങളാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല അയാൾ ഈ അച്ചടിച്ചു വിടുന്ന മൻസിൽ മഫാസിൽ എന്ന പുസ്തകത്തിൽ തന്നെ യഥേഷ്ടം തെറ്റുകളും യഥേഷ്ടം കളവുകളും ഉണ്ട്. അത് ശർഇൽ ഹറാമായ ഒരുപാട് പ്രയോഗങ്ങൾ, ഫത്വകൾ ഒക്കെ ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ദേഷ്യമുള്ളയാൾ ഭാര്യയെ തലാക്ക് ചൊല്ലിയ തലാക്ക് പോകൂല എന്നൊക്കെ പച്ചയായി അയാളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആരാ ഭാര്യയെ തലാക്കില്ലുമ്പോൾ ചുംബിച്ച് തലാക്കില്ലുണ്ട്? ആരെങ്കിലും ദേഷ്യം ഉണ്ടാകുമ്പോൾ തന്നെയല്ലേ തലാക്കില്ലല്? അങ്ങനെ തലാക്ക് ചൊല്ലിയ തലാക്ക് പോകൂല എന്ന് വരെ എല്ലാ ഇമാമികളും കിതാബിൽ എഴുതിയ കാര്യമാണ്. പക്ഷെ അതിനെ വരെ കയർത്തി ഇയാൾ എഴുതിയിട്ടുണ്ട്. നബിദിനാഘോഷം പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആശയങ്ങൾ, അങ്ങനെ ഒരുപാട് തെറ്റായ ആശയങ്ങൾ അതിലുണ്ട്. ആരും അതിൽ വഞ്ചിതരാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സുന്നി വോയിസിൽ അത് സംബന്ധമായ ലേഖനങ്ങൾ വിശദമായിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കഴിഞ്ഞ ലക്കങ്ങളിൽ വായിച്ചാൽ അത് മനസ്സിലാവും ചെയ്യും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സുന്നി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അയാൾ ഒരാളെയും ഇടയാളനാക്കുന്നില്ല, ഒരു മൊയ്ന്ത് ശൈഖിനെയോ അസ്ഹാബുൽ ബദരിങ്ങളെയോ വിളിക്കുന്നില്ല, എന്നാൽ അവരെ നിഷേധിക്കുന്നുമില്ല. ഇത് ശരിയാണ് എങ്കിൽ നമുക്ക് സംശയമുള്ളതിനെ മാറ്റിവെച്ച് ഉറപ്പുള്ളതിനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്താൽ പോരെ. രണ്ട് കാര്യമാണ് ചോദ്യത്തിലുള്ള, രണ്ടിനും ഉത്തരം പറയാം. ഒന്ന്, അങ്ങനെ ചെയ്യുന്ന ആൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് ഞങ്ങൾ പറഞ്ഞ് ചോദ്യം തുടങ്ങിയത്. അത് തെറ്റാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണെങ്കിൽ ഈ അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാവില്ല. നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അത് ചോദ്യം പറഞ്ഞെന്ന ആളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സംശയമുള്ളതിനെ മാറ്റിവെച്ച് സംശയമില്ലാത്തതിനെ പിടിച്ചോളെ എന്നുള്ളതാണ് നിങ്ങളെ ചോദ്യം. അതിൻ്റെ പ്രസക്തമായ ഭാഗം അത് തികഞ്ഞ അബദ്ധമാണ്. ഞാൻ പറയാം ഒരു കാര്യം. ഇപ്പം നമ്മൾ മുസ്ലിം ലോകത്ത് ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുള്ള കുറേ കാര്യങ്ങൾ പൊടുന്നെടുത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചേകന്നൂർ വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, അവരുടെ പേരെന്നെ അങ്ങനെ തന്നെ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയാണ്. ഖുർആനും സുന്നത്തൊക്കെ പാടെ സലാഡ് അടിച്ച് വിടുന്ന ആ പേരെന്നെ. അവർ പറയുന്നത് എന്താ? നിസ്കാരം 5 വക്തില്ല, 3 വക്തുള്ളൂ എന്നാണ്. സംശയിപ്പിക്കുകയാണ്. അപ്പോൾ തർക്കമായി മുസ്ലിങ്ങൾക്കിടയിൽ. അപ്പോൾ ഈ സംശയവും തർക്കമുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് തർക്കമില്ലാത്തത് മാത്രം എടുത്തപ്പോൾ നമുക്കൊക്കെ സുഖമാണ്. ആകെ 3 വക്തേ നിസ്കരിക്കേണ്ടി വരുള്ളൂ, 5 വക്ത് നിസ്കരിക്കേണ്ടി വരില്ല. 5 വക്ത് നിസ്കാരമുണ്ട് എന്നത് മുസ്ലിങ്ങളിൽ ഏകോപിതമായി പൂർവിക കാലം മുതലേ നിലനിൽക്കുന്ന ഒരു വിശ്വാസവും ആദർശവുമാണ്. അതിൽ തർക്കം ഉണ്ടാക്കി പറഞ്ഞപ്പോൾ 3 വക്തേ ഉള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ തർക്കമുള്ളതിനെ മാറ്റിവെച്ച് തർക്കമില്ലാത്തതിനെടുത്താൽ നിസ്കാരം 3 വക്തേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഓരോ വിഷയത്തിലും തർക്കമുള്ളതൊക്കെ ഒഴിവാക്കിയാൽ പിന്നെ ഇസ്ലാം തീവ്രം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ നിയമം തന്നെ ശരിയല്ല. ഒന്ന്. രണ്ടാമത്, ഈ വിഷയത്തിൽ ഒരു തർക്കം ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. മുസ്ലിം ലോകത്ത്
ഇബ്നു തൈമിയ്യ രംഗത്ത് വരുന്നത് വരേക്കും ഈ മുസ്ലിം ലോകത്ത് ഇതിൽ തർക്കമേ ഇല്ല. അയാളാണ് ഇവിടെ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ തർക്കം കൊണ്ടുവന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഇങ്ങനെ ഒരു തർക്കമേ ഇല്ല. അതുകൊണ്ട് തർക്കമുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയുന്നത് ശരിയല്ല. 2, മറ്റൊരു കാര്യം, ഇങ്ങനെ മുസ്ലിം ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആശയത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന വ്യക്തി ഒരാളോടും ഒരു സഹായവും ചോദിച്ചില്ല, അള്ളാഹിനോട് മാത്രം ചോദിച്ചു ജീവിച്ചു എന്നാ പറഞ്ഞത് തന്നെ ശരിയല്ല. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണോ അവന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നടക്കൂല, ഉറപ്പല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വസീല ഇല്ലാതെ ഒരു മുസ്ലിമിന് ഇവിടെ ജീവിക്കാൻ കഴിയോ? അള്ളാഹുവിൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ നമുക്ക് ദീൻ കിട്ടിയത് എങ്ങനെ? റസൂലുള്ളാഹി മുഖേനയല്ലേ. റസൂലില്ലാതെ ദീൻ ഇവിടെ എത്താൻ കഴിയോ? ആശയങ്ങൾ പഠിക്കാൻ കഴിയോ? ഇല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണോ നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നു. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ നോക്ക്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായിട്ടുള്ളവരെ അങ്ങയുടെ മേലിൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ. എന്തിനാ നമ്മൾ ഈ സലാം പറയണത്? നിങ്ങൾക്കറിയോ എന്തിനാ നമ്മൾ ഈ സലാം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ സലാം മടക്കുക എന്ന ഒരു സഹായം നമുക്ക് കിട്ടാനാ. റസൂലിന് നമ്മൾ സലാം മടക്കുമ്പോൾ ഫഅറുദ്ദു അലൈഹി സലാം, സലാം പറയുമ്പോൾ റസൂൽ പറയുന്നു ഞാൻ അവർക്ക് തിരിച്ച് സലാം മടക്കും. റസൂലുള്ളാഹിന്റെ സലാം മടക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യ, ഒരു ശഫാഅത്താണ്. അതിനു വേണ്ടിയാണ് നമ്മൾ സലാം പറയുന്നത്. ഇമാം റാസി തഫ്സീറുൽ കബീറിന്റെ 4-ാമത്തെ വാള്യത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന വിശ്വാസിയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാ. പക്ഷെ അയാളും ചെയ്യണത് എന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തങ്ങൾ നിർബന്ധമായും സലാം മടക്കി എന്നെ രക്ഷപ്പെടുത്തണം. ഇതാ അതിന്റെ അർത്ഥം. അപ്പോ അഹ്ലുസുന്നയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന വിശ്വാസിയാണോ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാതെ റസൂലുള്ളാഹിനെ തവസ്സുലാക്കാതെ ജീവിക്കാൻ കഴിയില്ല, യാതൊരു സംശയവുമില്ല. അല്ല എന്ന് പറയുന്നത് തികഞ്ഞ വങ്കത്താണ്, അജ്ഞതയാണ്, വിവരക്കേടാണ്. ഒരു ചോദ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും മരിച്ചതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണല്ലോ. അപ്പോൾ മരിച്ച ദിവസം എങ്ങനെയാണ് നാം കൊണ്ടാടുക? അതിൻ്റെ മറുപടിയും വേണമെങ്കിൽ ഞാൻ തന്നെ വേഗം ഒറ്റ വാക്കിൽ പറയാം. മരണപ്പെട്ടതിൻ്റെ ദുഃഖാചരണം ഇസ്ലാമിൽ ആകെ 3 ദിവസമാണ് തഅ്സിയത്ത് എന്ന പരിപാടി ഉള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറമുള്ളത് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് എത്ര ദിവസമുണ്ട്? 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കാം. ഇതിൽ കവിഞ്ഞ് അതിനപ്പുറം ഒരു ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ട ദിവസമാണല്ലോ എന്നതിൻ്റെ പേരിൽ ദുഃഖാചരണമല്ലാതെ സന്തോഷം കൊണ്ടാടുന്നത്. ചുരുക്കത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. വഫാത്തിന്റെ പേരിൽ ദുഃഖം ആചരിക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആചരിക്കുന്നത് ദുഃഖാചരണമല്ല, ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കലാണ്. അത് രണ്ടും ഇനം തിരിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് ചുരുക്കം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കുവൈത്തിൽ വന്നതിന് ശേഷം അവിടെ കണ്ടൊരു കാര്യമാണ്, വുളു എടുക്കുമ്പോൾ കാല് കഴുകുന്നത് വരെ ഷോക്സിൻ്റെ മുകളിൽ ഒന്ന് തടവ് ചെയ്യുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യമായിട്ടും മുജാഹിദ് ആൾക്കാരാണ് ചെയ്യുന്നത് കണ്ടത്. അപ്പം അതിന് ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ പിൻബലം ഉണ്ടോ എന്നുള്ളത്? കുവൈത്തിൽ എന്താണുള്ളത് എനിക്കറിയില്ല. ഷാഫി ഫിഖ് അനുസരിച്ച് 4 ഷർത്തുകളാണ് ഖുഫയിൽ തടവുന്നതിന് ഉള്ളത്. ആ നിബന്ധനകൾ ഈ പറയുന്ന സോക്സിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സോക്സിൽ തടവുന്നത് നമുക്ക് ഷാഫി ഫിഖ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അനുവദനീയമല്ല. അതോടൊപ്പം തന്നെ ഒരാൾ സോക്സ് ധരിച്ച് നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് അയാളെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. മറ്റ് മദ്ഹബുകളിലും അതിന് പിൻബലമേകുന്ന ഏകദേശം ഷാഫി ഫിഖിലെ സമാനതകളായ നിബന്ധനകൾ തന്നെയാണ് എന്ന് ഉസ്താദുമാർ ഇവിടെ വെച്ച് തന്നെ മറ്റു വേദികളിൽ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. മക്ബറ സന്ദർശനവും തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നതിനും ഖുർആനിൽ ദലീൽ എന്താണുള്ളത്? ഖുർആനിൽ തെളിവ് എന്താണ്? ഖുർആനിൽ മക്ബറ സന്ദർശനത്തിനും അതുപോലെ തന്നെ തവസ്സുലാക്കുന്നതിനും എന്താണ് തെളിവുള്ളത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യണം, അള്ളാഹുവിലേക്ക് വസീലയെ തേടുകയും വേണം. വസീല എന്ന് പറഞ്ഞാൽ ഇടയാളനായ വസ്തു അല്ലെങ്കിൽ വ്യക്തി എന്തുമാവാം. ഇമാം ഇസ്മായിലുൽ ബറൂസിബിയിലെ തൻ്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു, വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹുവൽ വസീലത്തു ബൈനനാ വബൈനല്ലാഹ്, നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള വസീലയാണ്, ഏറ്റവും വലിയ വസീലയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടങ്ങിയ മഹാത്മാക്കളെ വസീലയായി തേടുന്നത്. അതിന് ഖുർആൻ പഠിപ്പിച്ചത് അതാണ്. പിന്നെ മഹാത്മാക്കളുടെ മഖ്ബറയെ നമ്മൾ സിയാറത്ത് ചെയ്യാനുള്ള കാരണം, അതിന് പുണ്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം, പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത് കാണാം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ഖുർആൻ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലേക്കാണ്. മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിന് 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ് മക്കത്തെ പള്ളിയിൽ. അള്ളാഹു നമുക്കെല്ലാവർക്കും അവിടെ പോയി പലപ്പോഴായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹാജിമാർ 1,00,000 2,00,000 ഒക്കെ ചെലവഴിച്ച് പോകുന്നതെങ്കിൽ അവരിത് മുതലാക്കിയിട്ട് തന്നെ വരുന്നത്. ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കരിച്ച കൂലി എന്ന് പറഞ്ഞാൽ ചില്ലറ കൂലിയാണപ്പോൾ അത്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മദീനത്തെ പള്ളിയിൽ ഒരഭിപ്രായം അനുസരിച്ച് 10,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണുള്ളത്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന 3-ാമത്തെ പള്ളി, മുസ്ലിങ്ങളുടെ 3-ാമത്തെ പള്ളി, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയിൽ ഒരു നിസ്കാരത്തിന് 1000 റക്അത്ത് നിസ്കരിച്ച കൂലി, അല്ലെങ്കിൽ 500 റക്അത്ത് നിസ്കരിച്ച കൂലിയാണുള്ളത്. അപ്പോൾ അള്ളാഹിന്റെ റസൂലിനെ മക്കത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. മക്കത്തെ പള്ളിക്ക് എത്ര കൂലി? 1,00,000 റക്അത്തിന്റെ കൂലിയാണ്. അവിടുന്ന് റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിൽ. അവിടെ എത്രയാണ് കൂലിയുള്ളത്? 500 അല്ലെങ്കിൽ 1000 ഒരു നിസ്കാരത്തിന്. 1,00,000 റക്അത്ത് പ്രതിഫലം കിട്ടുന്നത് സ്ഥലത്ത് നിന്ന് 500 റക്അത്ത് പ്രതിഫലമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി എല്ലാം ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണത്? അത് ഖുർആൻ പറയുന്നു, അത് ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് നമ്മൾ ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു, ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാ. എങ്ങനെയാണ് ഈ ബറക്കത്ത്? വിശദമായി പറയേണ്ട കാര്യമാണ്, ചുരുക്കി പറയാണ്. അതിന് പണ്ഡിതന്മാർ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി വെച്ചത് കാണാം, ഐ ബിമൻ ദുഫിന ഹൗലഹു മിനൽ അംബിയാഇ വസ്വാലിഹീൻ. ആ മഖ്ബറയുടെ ചുറ്റുഭാഗത്തും മറവ് ചെയ്യപ്പെട്ട അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മഹാൽമാക്കൾ. ഈ മഹാൽമാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ മഖ്ബറ, അവരെ മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിന് ബറക്കത്തുണ്ട്. അപ്പൊ മഹാൽമാക്കളുടെ ജാറം, ഒരു മഹാൽമാവ് ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് വിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുഭാഗത്തും പരിസരത്തൊക്കെ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് എടുക്കാനാണ് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ വെച്ച് സിയാറത്ത് ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ബറക്കത്ത് തേടിയിട്ട് തന്നെയാണ് മഹാൽമാക്കളുടെ ഖബറിലേക്ക് മുസ്ലിങ്ങൾ എല്ലാവരും പോകുന്നതും. ഇവിടെ സാധാരണ മുജാഹിദുകൾ ഈ പ്രാർത്ഥന എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ദുആ പ്രാർത്ഥന പറഞ്ഞ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ചോദിക്കുന്നത് ശിർക്കാണ്, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ശിർക്ക്, എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന എന്നറിയേണ്ട ഒരു കാര്യം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷെ അത് വിശദീകരിക്കാൻ സമയം വളരെ കുറവാണ്. എന്നാലും മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മമായതുകൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിക്കാം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇശ്റാഖു ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യത്തി ബിമാന വുജൂബിൽ വുജൂദി ഔ ബിമാന ഇസ്തിഹ്ഖാഖിൽ ഇബാദ. അതായത് അള്ളാഹുവിനോട് കൂടെ ഒരു പങ്കാളിയെ സ്ഥാപിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക. ഷിർക്ക് എന്ന് പറയുന്നത് അതിനാണ്, അള്ളാഹുവിനോട് കൂടെ ഒരു പങ്കാളിയുണ്ട് എന്ന് സ്ഥാപിക്കുക. അപ്പോ അത് അള്ളാഹുവിന്റെ ദാത്തിലോ അഫ്ആലിലോ സിഫാത്തിലോ ഒക്കെ ആവാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത് പോലത്തെ ഒരു ദാത്ത് ഒരാൾക്കുണ്ട് എന്ന് വെച്ചാൽ ഷിർക്കായി. അള്ളാഹുവിന്റെ പ്രവൃത്തി പോലത്തെ ഒരു പ്രവൃത്തി ഒരാൾക്കുണ്ട് എന്ന് വെച്ചാൽ ഷിർക്കാവും. അള്ളാഹുവിന്റെ വിശേഷണം പോലത്തെ ഒരു വിശേഷണം ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഷിർക്കാവും. അതിനാണ് ഷിർക്ക് എന്ന് പറയുക. മുസ്ലിമീങ്ങളായ നമ്മൾ ആരും അങ്ങനെ പറയുന്നില്ല. ഉണ്ടോ? അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഒരു വിശേഷണം അതേ രൂപത്തിൽ ഒരു വലിയനോ റസൂലിനോ ഉണ്ട് എന്ന് നമ്മൾ ആരും പറയുന്നില്ല. മഹാത്മാക്കളായ മുഹീദ്ദീൻ ഷെയ്ഖോ അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളോ ഔലിയാക്കളോ അറിയും, കേൾക്കും, സഹായിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ പറയുന്നത് എങ്ങനെ? അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട്, സ്വന്തമായ കഴിവ് കൊണ്ടല്ല. മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണത്, അല്ലാതെ അള്ളാഹുവിനെ പോലെ സ്വന്തമായ കഴിവ് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ വിശ്വാസം, നമ്മൾ വെച്ച് പുലർത്തുന്ന വിശ്വാസം ഒരിക്കലും ശിർക്കല്ല. പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന പ്രസക്തമാണ് ആ ചോദ്യം.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രണ്ട് പ്രയോഗമുണ്ട്. ഒന്ന്, സാങ്കേതികമായി നമ്മൾ പ്രാർത്ഥന എന്ന് പറയാറുള്ളത് ആരാധനയെക്കുറിച്ചാണ്. ഉദാഹരണം, നമ്മളെ പരിപാടി ആരംഭിക്കുകയാണ്, പ്രാർത്ഥന തുടങ്ങുകയാണ്, അൽ ഫാത്തിഹ നമ്മൾ പറയും, അതിന് പ്രാർത്ഥന എന്ന് പറയും. ആ പ്രാർത്ഥന കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താ? മനുഷ്യരായ നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷയാണ്. അതിനാണ് പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത്. അതേ അവസരത്തിൽ ഇത് മുസ്ലിമീങ്ങളായ നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ചെയ്യുന്നില്ല. അതേ അവസരത്തിൽ പ്രാർത്ഥന എന്നത് മലയാള പദമാണ്. ഈ മലയാളത്തിൽ ഈ പദത്തിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം മലയാളത്തിൽ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നു, അള്ളാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് യാചിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോഴേക്ക്, അപേക്ഷിക്കുമ്പോഴേക്ക്, സഹായം തേടുമ്പോഴേക്ക് അത് ആരാധനയാവൂല, അത് ശിർക്കാവൂല. ആരാധനയാവണമെങ്കിൽ എന്തു വേണം? മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ 988 ജനുവരി ലക്കത്തിലിറങ്ങിയ അൽമനാറിന്റെ 5-ാമത്തെ പേജിൽ അവർ രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ അങ്ങേയറ്റത്തെ വണക്കവും അനുസരണവും ഒക്കെ തന്നെയും പ്രാർത്ഥനയും അല്ല ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. എന്താ പറഞ്ഞത്? നമ്മൾ ഒരാളുടെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുമ്പോൾ, താഴ്മ ചെയ്യുമ്പോൾ, തേടുമ്പോൾ, ചോദിക്കുമ്പോൾ, അർത്ഥിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന ചെയ്യപ്പെടുന്ന, അപേക്ഷ ചോദിക്കപ്പെടുന്ന അല്ലെങ്കിൽ സഹായം തേടപ്പെടുന്ന ശക്തിയെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, വസ്തുവിനെക്കുറിച്ച് ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ചോദിക്കുകയാണോ എന്നാ അത് ആരാധനയാണ്. ഈ ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവീകത ചാർത്തുക. ദൈവികത എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് കരുതുക, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് കരുതുക, അല്ലെങ്കിൽ ദൈവ അവതാരമാണ് എന്ന് കരുതുക. അങ്ങനെ കരുതിക്കൊണ്ടും വിശ്വസിച്ചുകൊണ്ടുമാണോ ചോദിക്കുന്നത്? എന്നാൽ ആ ചോദ്യം, ആ തേട്ടം, ആ അപേക്ഷ, ആ യാചന, ആ സഹായാർത്ഥന അത് ആ വ്യക്തിക്കുള്ള ആരാധനയാകുന്നു. ഞാൻ പറഞ്ഞത് കുറച്ച് ഗഹനായോ? തിരിയാത്ത പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ ആ ചോദിക്കപ്പെടുന്ന ശക്തി ദൈവമാണ് എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചാൽ, ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ എന്താവൂ? അത് അതിനേക്കുള്ള ആരാധനയായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ നമ്മൾ വിളിക്കുമ്പോൾ, റസൂലുള്ളാഹിനെ വിളിക്കുമ്പോൾ, മുഹയ്യദ്ദീൻ ഷെയ്ഖോ റസൂലോ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും, ഉണ്ടോ? യാ ഗൗസൂ യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി വിളിക്കുമ്പോൾ നമ്മൾ മുഹയ്യദ്ദീൻ ഷെയ്ഖ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ, ഇല്ല. അതുകൊണ്ട് തന്നെ ആ വിളി അതൊരിക്കലും മുഹയ്യദ്ദീൻ ഷെയ്ഖിനുള്ള ആരാധനയല്ല, പ്രാർത്ഥനയല്ല, ശിർക്കുമല്ല. അതേ അവസരത്തിൽ ക്രിസ്ത്യാനികൾ വിളിക്കുന്നതോ കന്യാമറിയമേ രക്ഷിക്കണേ, യേശുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം എന്താ? യേശു ദൈവമാണ്, ദൈവപുത്രനാണ് എന്നാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഹിന്ദുക്കൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ ദൈവ അവതാരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അത് ശിർക്കാണ്, അത് കുഫറാണ്. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. അള്ളാഹുവെ രക്ഷിക്കണേ, അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ ഷെയ്ഖെ കാക്കണേ, യാ റസൂലല്ലാഹ് എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ റസൂല് ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നില്ല, ഉലൂഹിയത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെയോ അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ വിശ്വസിച്ചാൽ, ഇങ്ങനെ വിശ്വസിച്ച് തേടിയാൽ ആ തേട്ടം, ആ അർത്ഥന, ആ പ്രാർത്ഥന, ആ സഹായം ചോദിക്കൽ, ആ യാചന, ആ അപേക്ഷ, അതിന് പേര് നിങ്ങൾ വെള്ളിയാഴ്ച രാവ് എന്നിട്ടാലും ശരി, പേര് പറഞ്ഞോടത്തല്ല കുഴപ്പം. അതിന് പ്രാർത്ഥനാന്നോ വിളിച്ചു പ്രാർത്ഥനാന്നോ എന്ത് പറഞ്ഞാലും അത് ശിർക്കാവുന്ന പ്രശ്നമേ ഇല്ല. പേരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല ശിർക്കും തൗഹീദും തീരുമാനിക്കൽ. മുജാഹിദ് സാധാരണഗതിയിൽ പറയാം, സുന്നികൾ അല്ലാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന ആരാധനയാണ്, അത് ശിർക്കാണ് എന്നാ. ഈ പ്രാർത്ഥന എന്നുള്ള പദത്തുമ്മ കടന്ന് കെട്ടിത്തിരിയാണ്. പ്രാർത്ഥന എപ്പോഴും ആരാധനയാവൽ
ഈ ദിവ്യത്വം ചാർത്തുമ്പോഴാണ് മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ 988 ജനുവരി ലക്കത്തിൽ ഇറങ്ങിയ അൽമനാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സുന്നികളായ നമ്മൾ ആർക്കും പ്രാർത്ഥിക്കുന്നില്ല, ആർക്കും ആരാധിക്കുന്നില്ല, ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനയും നിർവഹിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായും അത് തൗഹീദ് മാത്രമാണ്. 14 നൂറ്റാണ്ട് കാലത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും ചെയ്തു കാണിച്ചു തന്നിട്ടുള്ള ഒരു ചര്യയാണ്, സുന്നത്തായ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പേരിൽ സുന്നികളെ മുശ്രിക്കാക്കാൻ ഒരിക്കലും കഴിയില്ല. അസ്സലാമു അലൈക്കും. ആണ്ടിനെ പറ്റി ഒന്ന് വിശദീകരിച്ചായിരുന്നു. ആണ്ട് കൊല്ലത്തിൽ കഴിക്കുന്ന ആണ്ടില്ലേ, മരിച്ചവരുടെ പേരിൽ ആണ്ട് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഇസ്ലാമിക വിധി. ആണ്ട് നടത്തുന്നതിനെ കുറിച്ച്, മരിച്ചവരുടെ പേരിൽ ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം കൂടുന്ന സന്ദർഭത്തിൽ അവരെ സ്മരിക്കലും അവരുടെ അപദാനങ്ങൾ വാഴ്ത്തലും അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുന്ന കർമ്മത്തിനാണ് ആണ്ട് കർമ്മം എന്ന് പറയാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. അതിന് ഉറൂസ് എന്ന് പറയും, ചില ഭാഗത്ത് ചന്ദനക്കൂടം എന്ന് പറയും, പേര് പലതാണെന്നുള്ളൂ, സംഗതി ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് തെളിവുണ്ടോ? തെളിവുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യഅതി ഖുബൂറ ശുഹദാഇ ഉഹദിൻ അലാ റഅസി കുല്ലി സന, എല്ലാ കൊല്ലം തികയുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ ഉഹദ് ശുഹദാക്കളുടെ ജാറത്തിങ്കൽ മഖ്ബറയിൽ അവരുടെ ഖബറിന്റെ അരികിൽ വന്ന് കൊല്ലത്തിലൊരിക്കൽ റസൂലുള്ളാഹി അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ റസൂൽ വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ യഫ്അലൂന കദാലിക, 3 ഖലീഫമാരും ഇപ്രകാരം ഉഹദ് ശുഹദാക്കളുടെ മഖ്ബറയിൽ കൊല്ലത്തിലൊരിക്കൽ ആണ്ടിലൊരിക്കൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന പരിപാടി നടത്താറുണ്ടായിരുന്നു എന്ന് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ അത് ചെയ്യാനുള്ള തെളിവും അത് തന്നെയാണ്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സ്മരിച്ച് റസൂലുള്ളാഹി തങ്ങൾ ഇപ്രകാരം പലപ്പോഴും ആട്ടിനെ അറുത്ത് അവരുടെ സുഹൃത്തുക്കളായ ഖദീജ ബീവിയുടെ അതേ സമപ്രായക്കാരായ ആളുകൾക്ക് മാംസം വിതരണം ചെയ്ത് റസൂലുള്ളാഹി കൊടുത്തയക്കാറുമുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലും കാണാം. ഇതൊക്കെയാണ് മുസ്ലിമീങ്ങൾ അപ്രകാരം ചെയ്യാനുള്ള കാരണങ്ങൾ എന്നറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ ഉപചോദ്യം, ഒരു സംശയം വന്നാണ്. സോക്സിന്റെ മുകളിൽ തടവി നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ അവിടെ വന്നു. ആ ഇമാമ് സ്ഥിരമായി സോക്സിന്റെ മുകളിൽ തടവി ഒളുണ്ടാക്കുന്ന കണ്ടെങ്കിൽ അയാളെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുന്ന ഉപചോദ്യമുണ്ട്. അത് നല്ലൊരു വ്യക്തമായ മറുപടി കൊടുക്കണം. അദ്ദേഹം 4 മദ്ഹബ് അനുസരിച്ചും അങ്ങനെ ഒരു സോക്സുമ്മ തടവുന്ന പരിപാടി ഇല്ല എന്ന് മക്കയിലെ സൗദിയിലെ റാബിത്തയുടെ പണ്ഡിതൻ തന്നെ ഫത്വ നൽകിയ വിവരം കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വായിച്ചത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും. അവരുടെ തന്നെ ഫത്വയാണ്. ഈ ഹുഫ എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ ചില നിബന്ധനകൾ ഉണ്ട്. ആ നിബന്ധനകൾ മേളിക്കുമ്പോഴേ അത് പറ്റുകയുള്ളൂ. അതില്ലാതെ അവിടെയും ഇവിടെയും തോണ്ടിയിട്ടും തടവിയിട്ടുള്ള നിൽക്കാനൊന്നും ശരിയല്ല. അതിലൊന്നും നമ്മൾ വഞ്ചിതരാവണ്ട. ഏതെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഏതെങ്കിലും ആളുകളിലേക്ക് ചേർത്തി പറയുന്നുവെങ്കിൽ നമ്മൾ അതല്ല സ്വീകരിക്കേണ്ടത്. ഉലമാക്കൾ പ്രാമാണികത നൽകിയിട്ടുള്ള അഭിപ്രായങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സംഭാവനകൾ തന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറുതും വലുതുമായ സംഭാവനകൾ സഹോദരന്മാർ നൽകിയിട്ടുണ്ട്. വലിയ കനപ്പെട്ട സ്വതക്കകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ മുതഅല്ലിമുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാസം തോറും ഭീമമായ സംഖ്യ നൽകാമെന്ന് ഏറ്റവരുണ്ട്. നമ്മുടെ അഡ്വക്കറ്റ് തൻവീർ സാഹിബിൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതെ വിഷമത്തിലാണ്. നമ്മുടെ തെഞ്ചേരി സഖാഫിയുടെ ബാപ്പക്ക് സുഖമില്ല, ദ്വാരക്കരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഒരു ഭാഗം തളർന്ന് വളരെ വിഷമത്തിലാണ്, ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങള് അബ്ദുള്ള ബുഖാരി തങ്ങളുടെ ബാപ്പ കഴിഞ്ഞ മാസം മരണപ്പെട്ടത്, കഴിഞ്ഞ റമദാനിൽ മരണപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. എൻ്റെ ബാപ്പക്ക് സമാനമായിരുന്ന എൻ്റെ എളാപ്പ കഴിഞ്ഞ മാസമാണ് മരണപ്പെട്ടത്. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട പലരുമുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള പ്രവർത്തകർ ഓടി നടന്നിട്ടുണ്ട്. ആദരണീയരായ സയ്യിദ് ബാഫഖി തങ്ങൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ എന്നെ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്തത് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ ക്ലിപ്പിംഗ് വെച്ചുകൊണ്ട് നടത്തണം, ഒരു ഗംഭീര പരിപാടിയാക്കണം എന്നൊക്കെ പറഞ്ഞ്
കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ച് എന്നെ ആവേശം നൽകിയ ആളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അള്ളാഹു നമുക്ക് നേതൃത്വം നൽകാനുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഉറക്കൊഴിച്ച് വളരെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. അവർക്ക് അതിൻ്റെ മഹത്തായ പ്രതിഫലം കൺകുളിർക്ക് കാണാൻ നാളെ സ്വർഗീയ ലോകത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെ മഹത്തായ പ്രതിഫലം അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോകത്തും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അള്ളാഹ്. ഈദ്ഗാഹിനെ കുറിച്ച് ഒറ്റ വാക്ക് പറയണം എന്നാണ് പറഞ്ഞത്. ഒറ്റ വാക്ക് ഞാൻ പറയാം, എല്ലാവരും സലാത്ത് ചെല്ല, നേരം കളയേണ്ട, വരാൻ പറയുന്നത് നമുക്ക് ദുആക്കാം. ഈദ്ഗാഹ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പള്ളിയിൽ സ്ഥലമില്ലാതെ ആയപ്പോൾ, മദീനത്തെ പള്ളിയിൽ സൗകര്യമില്ലാതെ ആയപ്പോൾ സംഘടിപ്പിച്ച വേദിയാണ് ഈദ്ഗാഹ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പള്ളിയിൽ സൗകര്യമുണ്ടായിട്ട് ഈദ്ഗാഹ് നടത്തിയിട്ടില്ല. ഇപ്പോഴും മക്കയിലും മദീനയിലും രണ്ട് പെരുന്നാളിലും ഈദ്ഗാഹിലല്ല, പള്ളിയിൽ തന്നെയാണ് നിസ്കരിക്കാറുള്ളത്. മാലിക്കി മദ്ഹബ് മറ്റു ചില മദ്ഹബുകളിൽ ഈദ്ഗാഹിന് പ്രചോദനം നൽകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇന്നത്തെ ഈദ്ഗാഹുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബിദഅകൾ സംഘടിപ്പിക്കുന്നതാണ്. നമ്മുടെ മലയാളി ബിദഅത്തുകാർ, നേരത്തെ പറഞ്ഞ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സംഘടിപ്പിക്കുന്നതാണ്. അതിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോയി പങ്കെടുത്താൽ നമ്മുടെ നിസ്കാരം പലപ്പോഴും അസ്വീകാര്യമാകും. അതുകൊണ്ട് നമ്മളൊക്കെ പള്ളിയിൽ തന്നെ ഒരുമിച്ച് കൂടി ഈദ് സ്വലാത്ത്, ഈദ് നിസ്കാരം നിർവഹിക്കുകയും പുണ്യങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഓരോ മാസവും വലിയ സംഭാവന നൽകിയ ആളുകളുണ്ട്, ഏറ്റവരുണ്ട്. അള്ളാഹു അവർക്കത് ആ സ്വതക്ക അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ വലിയ തൗഫീഖും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ആളുകൾ വിഷമിച്ചിരിക്കുന്ന പലരുമുണ്ട്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വലിയ ചെറുതും വലുതുമായ എല്ലാ സംഖ്യകളും നിങ്ങൾ ഇപ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് തന്ന് സഹായിക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. ദീന് പറയുന്ന, ദീന് പഠിപ്പിക്കുന്ന ഒരു വ്യൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഇന്ന് നമ്മുടെ ആദരണീയരായ ഷെയ്ഖുന പൊന്മള ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, അതിൻ്റെ പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്. വഫാത്തായി, അള്ളാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പയ്യനാട് തങ്ങൾ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരിയായിരുന്നു, വിട പറഞ്ഞു. അള്ളാഹുയുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഇന്ന് സമസ്തയുടെ ഉന്നതരായ നേതാക്കളിൽ പ്രമുഖനായ, കേരളത്തിലെ പ്രമുഖ കർമ്മശാസ്ത്ര വിശാരദനായ പൊന്മള ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉൽപ്പന്നങ്ങൾ പണ്ഡിതന്മാർ കേരളത്തിലും പുറത്തും ഇസ്ലാമികമായ വൈജ്ഞാനിക പ്രഭ വിതറുകയും അഹ്ലുസുന്നയുടെ ആദർശ രംഗത്ത് നിലയുറപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ വേണം, അവരൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം. എന്നാലേ ദീൻ നിലനിൽക്കുകയുള്ളൂ. മുത്തഅല്ലിമുകൾ ഇല്ലാത്ത കാലമാണ്. പല സ്ഥാപനങ്ങളും ദർസുകളും മുത്തഅല്ലിമുകൾ തീരെ ഇല്ലാത്ത സന്ദർഭമാണ് നമുക്കറിയാം. പല ദർസുകളിലും, നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ ദർസുകളിലും ഒന്നും മുത്തഅല്ലിമുകൾ ഇല്ല. പുതിയ തലമുറ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും മക്കളെ നമ്മൾ മുത്തഅല്ലിമാക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് എല്ലാവരും. അപ്പം ഇങ്ങനെ മുത്തഅല്ലിമുകൾ വരാതെ പല ദർസുകളും ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ജാമിയ ഹിക്കമിയയിലെ ദർസിലേക്ക് വിദ്യാർത്ഥികൾ നല്ലവണ്ണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഉസ്താദ്, പൊന്മള ഉസ്താദ് അടക്കമുള്ള നേതാക്കൾ, ഉസ്താദുമാരുടെ പഠന ഇൽമിയായ പുരോഗതി കണ്ടുകൊണ്ടാണ് അവരൊക്കെ വരുന്നത്. അവരെ വളർത്തിയെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. അതിലേക്കുള്ള സഹകരണങ്ങൾ നിങ്ങൾ നൽകണം. ഈ പരിപാടിയുടെ ചെലവിൽ വലിയ ചെലവ് വന്നിട്ടുണ്ട്. അതിനൊക്കെയായി നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ തമ്പുരാനെ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളിൽ ഇതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ മഹത്തായ സംരംഭം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി
കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചവരുണ്ട്, പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഇതിൻ്റെ മഹത്തായ പ്രതിഫലം നാളെ ആഖിറത്തിൽ കൺകുളിർക്കെ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സർവ്വ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒട്ടേറെ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ് റബ്ബേ. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുവര്യന്മാർ, ശിഷ്യഗണങ്ങൾ, മക്കൾ, ഭാര്യമാർ, സന്താനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും ദോഷങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. വിഷമങ്ങളെ നീ അകറ്റണേ റഹ്മാനെ. പടച്ചവനെ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. കടബാധ്യതകളെ കൊണ്ട് വിഷമിക്കുന്ന പലരും ഈ മജ്‌ലിസിലുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരിലുണ്ട് റബ്ബേ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ റഹ്മാനെ. അതിനുള്ള വഴികൾ തുറന്നു തരണേ റഹ്മാനെ. പടച്ചവനെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും അവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നൽകണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെയുള്ള ഞങ്ങളുടെ സന്താന പരമ്പരകളെ ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് സ്വർഗപ്രവേശനം ലഭ്യമാകുന്നവരിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ മഹത്തായ ദീനീ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സഹായിച്ച ഒട്ടേറെ വിശ്വാസികൾ ഇവിടെയുണ്ട് റബ്ബേ. നീ അവർക്ക് കാരുണ്യം ചൊരിയണേ റഹ്മാനെ. നിന്റെ ആ സ്ഥാപനം നേരിൽ കാണുക പോലും ചെയ്തിട്ടില്ലാതെ നിന്റെ ദീനിനെ വിചാരിച്ച്, നിന്റെ ദീനിൻ്റെ പഠിതാക്കളായ മുതഅല്ലിമുകളെ വിചാരിച്ച് കനത്ത സ്വതഖകൾ നൽകിയ, സംഭാവനകൾ നൽകിയവരുണ്ട് റബ്ബേ. ഒരു മുതഅല്ലിമിനെ ദത്തെടുത്ത പലരുമുണ്ട് റഹ്മാനെ. അവരുടെ സ്വതഖകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ ഇൽമ് പഠിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഈ സംഭാവന അർപ്പിച്ചവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമ്പത്തികവും ശാരീരികവും മാനസികവും ഗാർഹികവുമായ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഈ സ്വതഖ ചെയ്ത കാരണം കൊണ്ട് അവരുടെ സമ്പത്തിൽ ഒരു കുറവ് വരുത്തരുതേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ കുറവ് വരുത്തരുതേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ. ഈ മഹത്തായ മജ്‌ലിസിൽ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചവരുണ്ട് റബ്ബേ. ഇത് ഞങ്ങൾക്ക് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിരവധി മുറാദുകളുണ്ട്. എല്ലാം അറിയുന്ന നാഥാ, അതെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ. അതെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ. ഒട്ടേറെ രോഗികളുണ്ട് റബ്ബേ, ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഒട്ടേറെ രോഗികൾക്ക് ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി നേരത്തെ അറിയിച്ചവരുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട നേതാക്കളിലും പ്രവർത്തകരിലും ഇവിടെ പങ്കെടുത്ത പലരിലുമുണ്ട് റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിലുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. സലാമത്താക്കണേ റബ്ബേ. മരണം ഹൈറാകുന്ന സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ലവരോടൊത്ത് നല്ല വാക്യം ഉരുവിട്ട് മരിക്കുന്നവരിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. കീറി മുറിക്കുന്ന വിഷമങ്ങളുള്ള രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ ദീനിലായി തഖ്വയിലായി ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ. പടച്ചവനെ, വിവിധങ്ങളായ മുറാദുകൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, സംഭാവന അർപ്പിച്ചവരുണ്ട് റബ്ബേ. അവരുടെ മനസ്സൊക്കെ വായിക്കാൻ കഴിയുന്ന നാഥാ, അതെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും അവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, കഴിഞ്ഞ മാസങ്ങളിലും ദിവസങ്ങളിലുമൊക്കെയായി മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ കുടുംബ ബന്ധു മിത്രാദികളിൽ പലരും മരണപ്പെട്ട് ഞങ്ങളുടെ നാടുകളിലുള്ള പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു റബ്ബേ. അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ റഹ്മാനെ. സ്വർഗമാക്കണേ അല്ലാ.
അവർ ജീവിതത്തിൽ ചെയ്തു പോയ പാകപ്പിഴവുകൾ പൊറുക്കണേ റഹ്മാനേ. പടച്ചവനെ, ഈ മഹത്തായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ സഹോദരങ്ങൾ ഇതാ അറഫയിൽ ഒരുമിച്ച് കൂടാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അല്ലാഹുവേ, അവരുടെ ദുആകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റബ്ബേ. അവർക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പല തവണ അതിനുള്ള ഭാഗ്യം ചൊരിയണേ റഹ്മാനേ. പടച്ചവനെ, അവരുടെ ദുആകളുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ദുആകളെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم الحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.